നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാങ്ങ സിനിമാസ്. ഞാൻ രാകേഷ്. എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു മലയാളത്തിലെ പഴയ ക്ലാസിക് സിനിമകൾ അല്ലെങ്കിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പഴയ സിനിമകൾ പരിചയപ്പെടുത്താനായിട്ട് ഒരു വീഡിയോ ഇടണമെന്ന്. സോ അത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ ആദ്യത്തെ എപ്പിസോഡാണിത്. ഇന്ന് നമുക്ക് ഒരു പഴയ മലയാളം ക്ലാസിക് തിരക്കഥാകൃത്തും സംവിധായകനുമായ എം.ടി. വാസുദേവൻ നായരുടെ സംവിധാനത്തിൽ 1978 പുറത്തിറങ്ങിയ ഒരു മലയാള ചിത്രമാണ് ബന്ധനം. സുകുമാരൻ, ശുഭ, ശോഭ, ശങ്കരാടി, അടൂർ ബാസി തുടങ്ങിയവരാണ് ഈ സിനിമയിലെ പ്രധാന വേഷങ്ങളിലെത്തിയിരിക്കുന്നത്. ഇത് 1978 മികച്ച ചലച്ചിത്രത്തിനുള്ള കേരള സംസ്ഥാന അവാർഡ്, അതുപോലെ മികച്ച ഗായകനുള്ള പുരസ്കാരം പി ജയചന്ദ്രനും നേടിക്കൊടുത്ത ഒരു സിനിമ കൂടിയാണ്. മറുനാടൻ മൂവീസിൻ്റെ ബാനറിൽ VBK മേനോൻ, അതുപോലെ PK ഭാസ്കരൻ നായർ എന്നിവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഈ ചിത്രം വിതരണം ചെയ്തത് സിത്താര പിക്ചേഴ്സ് ആയിരുന്നു. M.T. വാസുദേവൻ നായർ തന്നെ കഥയും തിരക്കഥയും എഴുതിയ ഈ ചിത്രത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചത് M.B. ശ്രീനിവാസനായിരുന്നു. ഗാനരചന ONV കുറുപ്പാണ് നിർവഹിച്ചത്. ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് രാമചന്ദ്ര ബാബു ആയിരുന്നു. ഈ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒറ്റവാക്കിൽ ഏകാന്തതയുടെ ബന്ധനം എന്ന് നിർവചിക്കാൻ സാധിക്കും. ഒരു വ്യക്തി തൻ്റെ ഏകാന്തമായ ജീവിതത്തിൽ നിന്നും ആരെയൊക്കെയോ ബന്ധുക്കളാക്കി ഒടുവിൽ വീണ്ടും ഏകാന്തതയുടെ കൂട്ടുകാരനായി മാറുന്നതാണ് സിനിമയുടെ ഇതിവൃത്തമെന്ന് വേണമെങ്കിൽ പറയാം. നഗരത്തിൽ ഒരു സ്ഥാപനത്തിൽ ക്ലർക്കായിട്ട് ജോലി ചെയ്യുകയാണ് സുകുമാരൻ അവതരിപ്പിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന നായക കഥാപാത്രം. ജോലി കഴിഞ്ഞ് വൈകുന്നേരങ്ങളിൽ അദ്ദേഹം മദ്യപിച്ചും അല്ലെങ്കിൽ വിരസമായിട്ട് നടന്നും അവസാനം രാത്രിയിൽ ഒരു ലോഡ്ജിൽ കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതി. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള സരോജിനി എന്ന സ്ത്രീക്ക് അയാളോട് പ്രണയമുണ്ട്, അതവൾ പറയുന്നുമുണ്ട്. അയാളത് നിഷേധിക്കുന്നുമില്ല. അതേസമയം അയാൾക്ക് അതെങ്ങനെ അവളോട് തൻ്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നുള്ളത് അയാൾക്ക് അറിയുകയും ചെയ്യുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് അയാൾക്ക് നാട്ടിൽ നിന്നും രണ്ടാനമ്മയുടെ കത്ത് ലഭിക്കുന്നത്. അതോടെ അയാൾ കുറച്ച് ദിവസം ലീവ് എടുത്ത് തൻ്റെ ഗ്രാമത്തിൽ പോയി രണ്ടാനമ്മയോടും സഹോദരിയായ തങ്കത്തിനോടൊപ്പം കുറച്ച് ദിവസങ്ങൾ ചെലവഴിക്കാൻ തീരുമാനിക്കുകയാണ്. തുടർന്ന് അയാളുടെ ജീവിതത്തിൽ നടക്കുന്ന കുറച്ച് ചെറിയ ചെറിയ സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. M.T.യുടെ തിരക്കഥയും സംവിധാനവും വളരെ ലളിതവും അതേസമയം സുന്ദരവുമാണെന്ന് ആദ്യം തന്നെ പറയണം. കഥയിലും തിരക്കഥയിലും സംഭാഷണത്തിലും ഒന്നും അതിഭാവുകത്വമോ നാടകീയതയോ ഒന്നും തന്നെ ദൃശ്യമാവുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. എങ്കിലും കൂടുതൽ കാഴ്ചകളും ഔട്ട്ഡോറിൽ മാത്രമാണ്. ഇൻഡോർ കാഴ്ചകൾ വളരെ കുറവാണെന്ന് പറയാം. ഒട്ടും സ്റ്റുഡിയോയിലോ അങ്ങനെയുള്ള ഒരു ഇൻഡോർ സെറ്റപ്പിലല്ല ഈ സിനിമ ചെയ്തിരിക്കുന്നത്. 78 അപ്പോഴേക്കും സിനിമയുടെ കാഴ്ചകളൊക്കെ പുറം ലോകത്തേക്ക് മാറിയെന്നുള്ള ഒരു തെളിവും കൂടി ഈ സിനിമ കാണിക്കുന്നുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടതാണ് സുകുമാരൻ്റെയും നായികയായിട്ട് വരുന്ന ശുഭയുടെയും അതുപോലെ തന്നെ ഉർവശി ശോഭയുടെയും ഒക്കെ ചാരുതയാർന്ന അഭിനയം. അതും ഈ ചിത്രത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്. തീർച്ചയായും സിനിമയെ ഗൗരവമായി സമീപിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ചിത്രമാണ് ബന്ധനം. എന്നാൽ ഒരിക്കലും ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന നിലയിൽ സിനിമ നമ്മളെ നിരാശപ്പെടുത്തുന്നുമില്ല. അക്കാലത്തെ ചിത്രങ്ങളുടെ നാടകീയതയിൽ നിന്ന് വഴിമാറി വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചകളാണ് ഈ സിനിമ നമുക്ക് സമ്മാനിക്കുന്നതെന്നുള്ളതും ഇന്നത്തെ കാലത്ത് ബന്ധനത്തെ ശ്രദ്ധേയമാക്കുന്നു. ബന്ധങ്ങളുടെ ഏകാന്തതയുടെ ബന്ധനം. ഈ സിനിമ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ തീർച്ചയായും ഈ സിനിമയൊന്ന് കണ്ടു നോക്കുക. ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് ഇല്ലാതെ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ലളിതമായ ഒരു കൊച്ചു സിനിമ നിങ്ങൾക്ക് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. കൂടുതൽ സിനിമാ സംബന്ധിയായ വീഡിയോസുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഇസ് രാകേഷ് സൈനിങ് ഓഫ് ഫ്രം മാങ്ങ.